ഹായ് ഓൾ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അലൈഡ് ഹെൽത്ത് സയൻസ് വിഭാഗത്തിൽപ്പെട്ട അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സായ BSc OT ആൻഡ് AT അഥവാ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തേഷ്യ എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് OT ആൻഡ് AT? ഇത് ആർക്കൊക്കെ പഠിക്കാം? ഇതിന്റെ എലിജിബിലിറ്റി എന്താണ്? അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? OT ആൻഡ് AT പഠിച്ചിറങ്ങിയാനുള്ള ജോലി സാധ്യതയും സാലറിയും എങ്ങനെയായിരിക്കും? ഇത്തരത്തിലുള്ള പല സംശയങ്ങൾക്ക് ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം BSc OT ആൻഡ് AT കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർണാടകയിലെ ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂർ ഭാഗത്തേക്കോ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, ചെന്നൈ, സേലം ഭാഗത്തേക്കോ നല്ല കോളേജുകളിലേക്കാണ് നിങ്ങൾ OT ആൻഡ് AT അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ 8072918097 എന്നെൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഉത്തരവാദിത്തത്തോടുകൂടി നേരിട്ട് എല്ലാ കോളേജുകളിലേക്കും നമ്മൾ അഡ്മിഷൻ ചെയ്തു തരുന്നതായിരിക്കും. കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കും മുമ്പ് എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തേഷ്യ എന്ന് നമുക്ക് നോക്കാം. ഒരു ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷന്റെ സമയത്ത് ഡോക്ടേഴ്സും നേഴ്സുമാരും മാത്രമല്ല ഉണ്ടായിരിക്കുക, ഒരു ഗ്രൂപ്പ് ഓഫ് ടീം തന്നെ ഉണ്ടായിരിക്കും. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. അതുകൂടാതെ പേഷ്യൻസിന്റെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട് പേഷ്യൻസിന് ചുറ്റും പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ടാകും. ഈ മെഷീൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, പേഷ്യൻസിനെ കെയർ ചെയ്യുക, ഓപ്പറേഷൻ തിയേറ്റർ അറേഞ്ച് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇനി അനസ്തേഷ്യോളജിസ്റ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഒരു സർജറിക്ക് വേണ്ടി അതിനു മുൻപായിട്ട് പേഷ്യൻസിന്റെ ശരീരത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ അനസ്തേഷ്യ കൊടുത്ത് മയക്കും. അത് സർജറിയുടെ പെയിൻ കുറയ്ക്കാനോ സർജറി ചെയ്യുന്നത് അറിയാതിരിക്കാനോ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അനസ്തേഷ്യ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ടുള്ള ഡോസിലുള്ള അനസ്തേഷ്യ രോഗിക്ക് നൽകുകയും അതിനുശേഷം സർജറി കഴിഞ്ഞ് പേഷ്യൻസ് കോൺഷ്യസ് ലെവലിലേക്ക് തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യുകയും അതോടൊപ്പം ഇനി എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ പേഷ്യൻസിന് സംഭവിച്ചാൽ അനസ്തേഷ്യ ഡോക്ടേഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് അനസ്തേഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസാണ് OT ആൻഡ് AT കോഴ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ചെയ്യേണ്ടി വരിക. ഇനി BSc OT ആൻഡ് AT കോഴ്സിന്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ BSc പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ വരുന്നത് 3 ഇയർ + 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പും, ഡിപ്ലോമ ഇൻ OT ആൻഡ് AT ആണെങ്കിൽ 2+1 ഇയർ ഡ്യൂറേഷനും നമുക്ക് വരുന്നുണ്ട്. BSc OT ആൻഡ് AT പഠിച്ചവർക്ക് ഹയർ സ്റ്റഡീസ് ആയിട്ട് MScയും ചെയ്യുവാൻ സാധിക്കും. BSc OT ആൻഡ് ATക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകൾ മിനിമം 50% മാർക്കോടെയെങ്കിലും പാസ്സായിരിക്കുക എന്നത് മാത്രമാണ്. തിയററ്റിക്കൽ വൈസ് ആയിട്ടും പ്രാക്ടിക്കൽ വൈസ് ആയിട്ടും അത്യാവശ്യം ഒരുപാട് പഠിക്കേണ്ട കോഴ്സ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ ഫ്രണ്ട്സ് അഡ്മിഷൻ എടുക്കുന്നത് കണ്ടിട്ടോ ഒരിക്കലും സ്വയം ഇൻട്രസ്റ്റ് ഇല്ലാതെ അഡ്മിഷൻ എടുക്കാൻ പോകരുത്. നോർമൽ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും റേഡിയോളജി, MLT പഠിച്ചവരെ പോലെ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെയുള്ള നിലവാരമുള്ള വലിയ ഹോസ്പിറ്റലുകളിലും മറ്റുമാണ് നിങ്ങളുടെ സേവനം അത്യാവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ഒരുപാട് ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് ലഭിക്കും. അവിടെയെല്ലാം തന്നെ വളരെയേറെ സാലറിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല GCC അറേബ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രികളിലും ഈ ഒരു കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് ജോബ് അവസരങ്ങൾ വരാറുണ്ട്. കേരളത്തിൽ BSc AT ആൻഡ് OT വളരെ ചുരുക്കം കോളേജുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെയുള്ളത് ഡിപ്ലോമയാണ്. നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കോളേജിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ടോ അല്ലെങ്കിൽ ടൈപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന് ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റലാണോ എന്ന് കൂടി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. കാരണം ക്ലിനിക്കൽ നോളജ് ഒരുപാട് വേണ്ട ഒരു കോഴ്സ് തന്നെയാണ് ഇതെന്ന് പറയാം. BSc AT ആൻഡ് OT അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കർണാടകയിലെ ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂർ ഭാഗത്തേക്കോ തമിഴ്നാട്, കോയമ്പത്തൂർ, ചെന്നൈ, സേലം ഭാഗത്തേക്കോ ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കേരളത്തിനുള്ളിലും നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. 8072918097 എന്നെൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തത്തോടുകൂടി നല്ല കോളേജുകളിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.